പച്ച ചീരയാണ് ഇന്ന് തോരൻ വെക്കുന്നത്. ഈ ചീരയുടെ ഇലയോട് ചേർന്നുള്ള കട്ടി കുറഞ്ഞ തണ്ട് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഹാർഡായിട്ടുള്ള പോർഷൻ ഞാൻ ഒഴിവാക്കി. അതിനുശേഷം നല്ലതുപോലെ കഴുകി നുറുക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഒരു ബേസിനിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും ഇട്ടുകൊടുക്കുകയാണ്. അതിനുശേഷം ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ കൂടി അതിലേക്ക് ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി തീർച്ചയായും ചേർക്കേണ്ടതുണ്ട്. അതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. തേങ്ങ ഞാൻ ഒതുക്കിയെടുത്തിട്ടൊന്നുമില്ല, ചിരകിയത് അതേപടി ഇട്ടിരിക്കുകയാണ്. ഈ കൂട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിക്കഴിഞ്ഞ് കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം സിമ്മർ ചെയ്യണം. കടുക് മുഴുവൻ പൊട്ടിക്കഴിഞ്ഞ് കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന ഉഴുന്നുകൂടി ഇട്ടുകൊടുക്കാം. അതിനുശേഷം നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കണം. ചെറിയുള്ളിയും വെളുത്തുള്ളിയും സ്ലൈസ് ചെയ്തത്, ഉണക്കമുളക്, കറിവേപ്പില ഇത്രയും ഇട്ടുകൊടുത്തു. ഉഴുന്ന് അതിനോടൊപ്പം കിടന്ന് ഫ്രൈ ആയിക്കോളും. ചെറിയ ഉള്ളിക്ക് ചെറിയ കളർ ചേഞ്ച് വരുന്നത് വരെ വഴറ്റണം. അതിനുശേഷം തേങ്ങയുടെ മിക്സ് ഇട്ടുകൊടുക്കാം. അതിനോടൊപ്പം ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കാം. ഇനി അതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന ചീരയുടെ ഇല കൂടി ഇട്ടുകൊടുക്കാം. ഫ്ലെയിം ഇപ്പോഴും സിമ്മർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അടുത്തതായി ഇലയും അരപ്പും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം പാത്രത്തിൻ്റെ നടുക്ക് അതൊന്ന് ഒതുക്കി വെക്കണം. എന്നിട്ട് അടച്ചു വെച്ച് 5 മിനിറ്റ് സിമ്മറിൽ വേവിക്കണം. 5 മിനിറ്റ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്യാം. ഇലയൊന്ന് വാടി ഒതുങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം കൂട്ടിക്കൊടുത്ത് സ്റ്റർ ഫ്രൈ ചെയ്തെടുക്കണം. തുറന്നു വെച്ച് 2 മിനിറ്റ് തുടർച്ചയായി ഇളക്കി കൊടുക്കണം. അപ്പോഴേക്കും അതിൽ ബാക്കിയുള്ള ഈർപ്പമെല്ലാം പോയി കിട്ടുകയും ചെയ്യും. തോരൻ പാകമാകുകയും ചെയ്യും. ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി തോരൻ പാത്രത്തിൻ്റെ സൈഡിലേക്ക് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കണം. അതൊന്ന് തണുക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.